തനിക്കെതിരായിട്ടുള്ള കുറ്റം കോടതി പൂർണ്ണമായും വായിച്ചു കേൾപ്പിക്കുകയും ഒടുവിൽ വധശിക്ഷ വിധിക്കുകയും ചെയ്യുമ്പോൾ ഗ്രീഷ്മ എന്താണ് നിർവികാരയായ വിധി കേൾക്കുകയാണ്. കോടതിയോട് വിധി പ്രസ്താവം കഴിഞ്ഞ് ഷാരോണിന്റെ അച്ഛനും അമ്മയും തൊഴുകൈകളോടെ മടങ്ങുന്നു എന്നാണ് അവിടെ നിന്ന് സൈഫ് സൈൻലാബ്ദീൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പസമയം മുമ്പ് 586 പേജുള്ള വിധി പ്രസ്താവം വായിക്കാനെടുക്കവേ കോടതി ഷാരോണിന്റെ അച്ഛനോടും അമ്മയോടും കോടതിയിലേക്ക് വരൂ, പ്രതിയെ മാത്രം കണ്ടാൽ പോരാ, ഷാരോണിന്റെ അച്ഛനെയും അമ്മയും കൂടി കാണണം, തനിക്ക് അവരെയും കൂടി പരിഗണിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ വിധി പ്രസ്താവം വായിക്കുന്നത്. ഈ കേസിൽ ഗ്രീഷ്മയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വിചിത്രവും ക്രൂരവും ആയിട്ടുള്ള നടപടികളെ കോടതി ഈ 586 പേജുള്ള വിധിന്യായത്തിൽ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ അടിമയായിരുന്ന ഒരു മനുഷ്യനെ വിശ്വാസവഞ്ചനയുടെ സകല തലങ്ങളിലൂടെയും കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന കോടതി സ്നേഹിച്ചവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന അപകടകരമായ സന്ദേശം സമൂഹത്തിന് നൽകുന്ന ഒരു കേസായി ഇത് മാറിയിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എടുത്തു പറയുകയാണ്. 48 സാഹചര്യ തെളിവുകൾ ഗ്രീഷ്മയ്ക്കെതിരെ ഉണ്ടെന്ന് കോടതി കണ്ടെത്തുന്നു. 307 പോലീസ് ഇട്ടിട്ടില്ലെങ്കിലും 307 തെളിഞ്ഞുവെന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇതിലെല്ലാ കാര്യത്തിലും തനിക്കെതിരായ തെളിവുകളെല്ലാം താൻ തന്നെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് എന്നറിയാതെയാണ് ഗ്രീഷ്മ ഡിഫൻസ് ഉണ്ടാക്കിയത് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിലെ ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്ന് എന്ന് ഉറപ്പായും എടുത്തു വിളിക്കാൻ കഴിയുന്ന ഒന്ന്, കേരളം ദിവസങ്ങളോളം ചർച്ച ചെയ്ത വലിയ നാടകീയ സ്വഭാവമുണ്ടായിരുന്ന വിചിത്രമായ ഒരു കൊലപാതക കേസിലൊടുക്കം 28 വയസ്സുകാരിയായ ഗ്രീഷ്മയ്ക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു, വധശിക്ഷ. സൈഫ് സൈൻലാബ്ദീൻ കോടതിക്ക് പുറത്തു വന്നിട്ടുണ്ട്. സൈഫ് സൈൻലാബ്ദീൻ കോടതി എന്തൊക്കെ ഗ്രൗണ്ട്സ് പരിഗണിച്ചുകൊണ്ടാണ് പരമാവധി ശിക്ഷയിലേക്ക് തൂക്കുകയറിലേക്ക് ഈ കേസിൽ പോയിട്ടുള്ളത്? സൈഫ് നിഷാദ്, ഈ കോടതിയുടെ വിധിന്യായം ഏതാണ്ട് ഒരു 20-25 മിനിറ്റോളം നീണ്ടു നിന്ന വിധിന്യായം, വിധിയിൽ ഒരിടത്ത് പോലും ഒരു ഭാഗത്ത് പോലും ഗ്രീഷ്മയ്ക്ക് അനുകൂലമായ ഒരു വാചകം നെയ്യാറ്റിക്കര അഡീഷണൽ സെഷൻ ജഡ്ജ് എം ബഷീറിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഗ്രീഷ്മ ക്രൂരമായ കുറ്റകൃത്യം നടത്തി എന്ന് തെളിവുകൾ നിരത്തിക്കൊണ്ട് അക്കമിട്ട് പറയുകയാണ് ജഡ്ജ് ചെയ്തത്. അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു സൂചന ലഭിച്ചിരുന്നു, ഇത് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറിലേക്ക് തന്നെ പോകും എന്നുള്ള സൂചനകൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം വിധി പറയുന്നത്. ആദ്യം പറയുന്നത് സെക്ഷൻ 364 പ്രകാരമുള്ള കുറ്റത്തിന് 10 വർഷം തടവ്, കൊലപാതകത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റത്തിന് 10 വർഷത്തെ തടവാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് അന്വേഷണത്തെ വഴിതിരിച്ചു വിട്ടതിന് 5 വർഷത്തെ തടവ്, അതിന് 50,000 രൂപ പിഴയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതാണ് വധശിക്ഷ, ഒരു ഇളവും അനുവദിക്കേണ്ടതില്ല, സമൂഹത്തിൽ കൃത്യമായ സന്ദേശം നൽകാൻ വേണ്ടി വധശിക്ഷ തന്നെ നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജഡ്ജ് എം ബഷീർ വധശിക്ഷ വിധിച്ചത്. 2 ലക്ഷം രൂപ പിഴയും വിധിക്കുകയുണ്ടായി നിർവികാരമായിട്ട്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഗ്രീഷ്മയുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു, കോടതിയുടെ സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ ആ പ്രതിയുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്നുണ്ട്. നിർവികാരമായി യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് ഗ്രീഷ്മ ആ വിധിന്യായം കേട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിധി പറഞ്ഞ ഉടനെ കോടതിയിൽ ആദ്യം തന്നെ ഷാരോണിന്റെ അച്ഛനും അമ്മയും ജഡ്ജ് വിളിച്ചു വരുത്തിയിരുന്നു. ഈ വിധി പറഞ്ഞ ഉടനെ തന്നെ അച്ഛനും അമ്മയും കോടതിക്ക് മുറിക്കകത്തിൽ നിന്ന് പൊട്ടിക്കരയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ വിധി പ്രസ്താവം വായിച്ച് വിധി പ്രസ്താവത്തിൽ ജഡ്ജ് ബഷീർ ഒപ്പിട്ടതിന് പിന്നാലെ കോടതിയിൽ എഴുന്നേറ്റ് നിന്ന് തൊഴുകൈകളോടുകൂടി കോടതിയോട് അച്ഛനും അമ്മയും നന്ദി പറയുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഇതിൽ ജഡ്ജ് ഓരോ വാചകവും ഏതാണ്ട് 586 പേജുള്ള വിധിന്യായത്തിലെ ഓരോ വാചകവും ഗ്രീഷ്മയ്ക്കെതിരായിരുന്നു. ഗ്രീഷ്മ ചെയ്ത കുറ്റകൃത്യം എന്തൊക്കെയാണെന്ന് കോടതി എണ്ണി സാധാരണ ഓപ്പറേറ്റിംഗ് പാർട്ട് മാത്രമാണ് വായിക്കാറുള്ളത്. പക്ഷേ